ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡൊമിനോർ 400 ആണ്. ഇതൊരു ഡൈനോസറിൻ്റെ കുഞ്ഞെന്നൊക്കെ വേണേൽ വിശേഷിപ്പിക്കുക. ആ വണ്ടി അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ബജാജ് ഇറക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കൂടിയാണിത്. ബജാജ് പോലും ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല ആ വണ്ടി ഇങ്ങനെ ഫേമസ് ആവുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെയിലിലേക്ക് ആ വണ്ടി വരുന്നു, ഒരിക്കലും അവർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. 2025 മാർച്ച് മോഡൽ വണ്ടിയാണിത്. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞു, അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ടോളർ വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ 43mm അപ്പ് സൈഡ് ഓഫ് ഫോർക്കാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 43mm എന്ന് പറയുമ്പോൾ ചെറിയ ഷോക്കിനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ വണ്ടീൻ്റെ ഡിസ്കിലേക്ക് വരുന്ന സമയത്ത് 320mm ഡിസ്ക് ബ്രേക്കും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് കട്ട് അലോവിയിലുമാണ് കേട്ടോ വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 390 ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 390 പോലെ പിടിച്ചാലൊന്നും വണ്ടി നിൽക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വണ്ടീൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 375cc ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. അതായത് ജനറേഷൻ 1 ഡ്യൂക്ക് 390യും ജനറേഷൻ 2 ഡ്യൂക്ക് 390യും അതേ സെയിം എഞ്ചിനാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ എഞ്ചിന് കുറച്ച് കംപ്രഷൻ കുറവായിരിക്കും ഡ്യൂക്ക് 390 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 40 ഹോഴ്സ് പവർ 35 Nm ന്യൂട്ടൺ മീറ്റർ ആണ്. പിന്നെ ഇറങ്ങിയപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും വലിയൊരു പവർ വേരിയേഷൻ കുറവോ അല്ലെങ്കിൽ കൂടുതലോ എനിക്ക് വണ്ടിയിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇറങ്ങിയപ്പോൾ പോലെ തന്നെയുണ്ട് സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ ഈ വണ്ടിക്ക് സൂപ്പറായിട്ടുള്ളൊരു നക്കിൾ ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിൽ. പിന്നെ ഈ വണ്ടീൻ്റെ ഫ്രണ്ട് ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ 110 സെക്ഷനും ബാക്ക് ടയർ 150 സെക്ഷനുമാണ്. പിന്നെ ഈ വണ്ടിക്ക് ഒരു പില്യൻ ബാക്ക് റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഹൈറ്റ് കുറച്ച് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഡ്യൂക്ക് 390 വെച്ച് നോക്കുമ്പോൾ പില്യൻ ഒരു സേഫ്റ്റി ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു റേസിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ബൈക്കാണ്. ഇതൊരു ടൂറിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചെറിയ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക ചിലപ്പോൾ. പിന്നെ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഡൊമിനോറും ഈ ഡൊമിനോറും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. വലിയ വ്യത്യാസമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ആ ടാങ്കിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ചെറിയ മീറ്റർ കൺസ്യൂളെടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ചാർജിങ് ഫ്ലോട്ട് എടുത്തിട്ട് അവിടെ വെച്ചു. ആ ഒരു മാറ്റം അല്ലാതെ പിന്നെ മീറ്റർ മാറിയിട്ടുണ്ട്. അതല്ലാണ്ട് വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വണ്ടി, ഈ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ വണ്ടീൻ്റെ വെയിറ്റിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. പിന്നെ വിൻഷീൽഡ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ നെഞ്ചിലേക്ക് കാറ്റടിക്കുന്ന ഒരു പരിധി വരെ ഈ വിൻഷീൽഡ് നമുക്ക് ഒഴിവാക്കി തരുന്നുണ്ട്. പിന്നെ വണ്ടി കോർണറിങ് ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡിൽ കോർണർ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ് കേട്ടോ. ആ വെയിറ്റ് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. വെയിറ്റിൻ്റെ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടീനേക്കാളും 6 കിലോ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടീൻ്റെ വെയിറ്റ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 193 ആണ്. പിന്നെ ഈ ഡൊമിനോർ ഇറങ്ങിയ സമയത്ത് നിങ്ങളൊരു ഇതിൻ്റെ ഒരു പരസ്യം കണ്ടു കാണും. കുറച്ച് ആനകൾ നടന്നു പോകുന്ന അതിൻ്റെ സൈഡിൽ കൂടെ ഡൊമിനോർ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ നോക്കുന്ന സമയത്ത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് ഡ്യൂക്ക് 390നെ പിടിക്കാൻ വേണ്ടി ഇറക്കിയിട്ട് വണ്ടിയാണോ എന്നൊക്കെ. പക്ഷേ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല സത്യം പറഞ്ഞാൽ. ഈ വണ്ടിയുടേതായിട്ടുള്ളൊരു രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബജാജ് ഇറക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ബജാജിനൊരു ഓവറായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഈ വണ്ടി കാരണമാണ് ബജാജ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേരും ഈ വണ്ടി. അത് കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും അങ്ങനെയുള്ളൊരു വണ്ടി കൊണ്ടുപോകുന്നത്. വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് മൈലേജും മീറ്ററിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 29-30 മൈലേജ് ഏകദേശം വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും വണ്ടി അടിപൊളിയാണ്. വണ്ടിനെ പറ്റി പറയാനുള്ള ഈ സൈലൻസറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഡൊമിനോറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്നൊക്കെ വെച്ച് വേണമെങ്കിൽ പറയാം. ഈ ഒരു സൈലൻസറിൽ നിന്ന് വരുന്നൊരു സൗണ്ടും അതുപോലെ തന്നെ ഒരു വെറൈറ്റി സൗണ്ടാണ് വണ്ടി. പിന്നെ ഈ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്രാഷ് ഗാർഡ് വെച്ചതോടെ വണ്ടിക്ക് കുറച്ച് വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ഈ ഇതിന് പ്രൊട്ടക്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഹെഡ്ലൈറ്റാണ് വണ്ടിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ കുറേ അന്വേഷിച്ച് കിടക്കുന്നു. ഇപ്പോഴാണ് വണ്ടി ഓടിക്കാൻ കിട്ടിയത് സത്യം പറഞ്ഞാൽ. ഡൊമിനോർ ഹൈ സ്പീഡ് ക്രൂസറാണെന്ന് എല്ലാവരും പറയും. പക്ഷെ നമുക്കൊന്ന് ക്രൂസ് ചെയ്ത് നോക്കിയാൽ
RC-ക്കും പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ പവറിൽ എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ല. ഇപ്പം തന്നെ കണ്ടില്ല ഒരു 150-ൽ ക്രൂസ് ചെയ്തത്. പിന്നെ വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഞങ്ങൾ അത്യാവശ്യം ഒരു ലോങ് പോയി നോക്കി, ഒന്ന് വണ്ടീൻ്റെ പവർ നോക്കാനും അതുപോലെ തന്നെ ടൂറിങ്ങിന് എങ്ങനെയുണ്ട് നോക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കർണാടകയിൽ എത്തിയിട്ടു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കിടിലനൊരു വണ്ടീൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.